വലിയ ആവേശമാണല്ലേ, നൂറുകണക്കിന് ആളുകൾ ഈ പെരുമഴയത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും, കാരണം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച 2 ടൂർണമെൻറ്റുകളുടെ 2 ഫൈനലാണല്ലോ. ഇപ്പോൾ ഇന്നലെ യൂറോ കപ്പും ഇപ്പോൾ കോപ്പ അമേരിക്കയും നടക്കുന്നത്. വസന്തകാലമാണല്ലേ? തീർച്ചയായിട്ടും വസന്തകാലമാണ്. ഇപ്പോൾ കോരിച്ചെരിയുന്ന മഴയത്തും ഇത്തരം ആളുകൾ ഈ പുലർച്ചെ കളി കാണാൻ വന്നിരിക്കുന്നത് ഈ കളിനോടുള്ള ആവേശം കൊണ്ടാണ്. പ്രത്യേകിച്ച് ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും ഇതുവരേക്കും 28ഓളം മത്സരങ്ങൾ തോൽക്കാതെ മുന്നേറുന്ന കൊളംബിയയും തമ്മിലുള്ള ഒരു ആവേശ പോരാട്ടമാണ് ആളുകൾ കൺമുന്നിൽ കാണുന്നത്. ഞാനൊരു കാര്യം ചോദിക്കാം, അതായത് ഇതൊരു LP സ്കൂളാണ്, LP സ്കൂളിന്റെ മുറ്റത്ത് ഇതിനു വേണ്ടി മാത്രം പന്തലിട്ടതാണ്? തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ ചരിത്രം തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, 10-25 വർഷത്തോളമായി ഈ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് കോപ്പ അമേരിക്ക ആയാലും യൂറോ കപ്പ് ആയാലും വേൾഡ് കപ്പ് ആയാലും പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് ബിഗ് സ്ക്രീൻ ഡിസ്പ്ലേ ഒരുക്കി വരാറുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തവണയും യൂറോയും കോപ്പയും ഒരുമിച്ച് വന്ന ഈ വേളയിലും നമ്മൾ ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് കളി? ഒരു ബലാബല മത്സരമാണ് നടക്കുന്നത്. നല്ല പോരാട്ടമാണ്. ഇരു ടീമുകളും അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് മുൻതൂക്കമുണ്ടെന്ന് ആദ്യ പകുതിയിൽ പറയാൻ പറ്റും. ഗോളൊന്നും വന്നില്ല. അതെ, ഗോളൊന്നും വന്നില്ല. ഗോളിനുള്ള ശ്രമങ്ങൾ ഇരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കളി ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫൊക്കെ ബലാബലാണ് കളി. എന്നാലും കൊളംബിയ മറ്റുള്ള ടീമിനോട് കളിച്ചതുപോലെ ആയിട്ടില്ല. അതുപോലെ ആ സ്പീഡൊക്കെ ഒന്ന് ഡൗൺ ആക്കിയാണ്. ആവേശത്തിലാണ് നമ്മൾ സംഘാടകരാണ്. പ്രത്യേകിച്ച് മഴയും കോരിച്ചു വരുന്ന മഴയിൽ ഇത്തിരി ആവേശം കൊള്ളുമ്പോൾ എന്തെങ്കിലും ആവേശം ഇല്ലാതൊക്കെ നല്ല മഴയത്തും കാണാൻ നൂറുകണക്കിന് ആളുകൾ അവിടെ. യെസ്, നൂറുകണക്കിന് ആളുകളാണ് ഈ മഴത്തുന്നുള്ളത്. നെനാമ്പളപ്പിനോടുള്ള ഒരു എന്താ പറയുക, നെനാമ്പളപ്പിൽ ഉണ്ടാവുന്ന അവർക്ക് തന്നെ അറിയാം ഉറപ്പിച്ചിട്ട്. ബ്രോസ്, ആരെങ്കിലും സംസാരിക്കുമോ? എങ്ങനെയുണ്ട് കളി? ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് അല്ല അടിപൊളി കളി തന്നെ. അർജന്റീന പിന്നെ ചാമ്പ്യന്മാരല്ലോ. പിന്നെ കളി ഏകദേശം ഹാഫ് കഴിയുമ്പോൾ അർജന്റീന കൈമലാക്കും കളി. ഗോളൊന്നും വന്നില്ല. ഗോളൊക്കെ വരും, ടൈം ആവില്ല. 90 മിനിറ്റ് ഇല്ലേ കളി. മക്കള് വരും, ഇഞ്ഞ അടിക്കൂ, ഷുവറായിട്ടും അടിക്കൂ. ഡിമേരിയൊക്കെ ഗോൾ അടിക്കാനുള്ള പ്ലെയർ അല്ലേ. അത്ര ചെറിയ ടീമൊന്നും അല്ല. നമ്മളും ചെറിയ ടീമാണോ? നമ്മള് ചാമ്പ്യന്മാരല്ലേ. നമ്മളൊറ്റ തോറ്റു കൊടുക്കൂല. ഞങ്ങളെ അർജന്റീന തോക്കൂല. ജെയ്സി വേണ്ട, നമ്മളെ ജെയ്സിന്റെ ആവശ്യമില്ല. നമ്മളെ ആരാധന ഉള്ളിലല്ലേ. ബ്രസീലുകാരിപ്പോ കൊളംബിയന്റെ കൂടെ ചേർന്നിട്ടുണ്ടെന്നാണ്. പിന്നെ ഘടകങ്ങൾ ചേർന്നിട്ട് എല്ലാവരും നമ്മളെ തോപ്പിക്കാനാണ്. ഈ കണ്ട കുറെ ആൾക്കാരുണ്ട്. നമുക്ക് പ്രശ്നമില്ല. എന്തായാലും ജയിക്കും. അർജന്റീന ജയിക്കും. കൊളംബിയക്കാരെവിടെ? ഏതാ ടീം? ഏതാ? കൊളംബിയാണ്. കൊളംബിയാണ്. എന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാ ജെയിംസ് പഠിക്കാൻ ഇഷ്ടം കൊണ്ടാ. അടിപൊളി എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട് കളി കാണാൻ? ഇനി ഒരു ഹാഫ് ടൈം ഇല്ല, അതിന് കളി ആക്കി കളി കാണാ. കളി കണ്ടതിന് ശേഷം പറഞ്ഞോ. ബെറ്റൊന്നും വെച്ചിട്ടില്ല, ഇവനോട് ബെറ്റ് വെച്ചിട്ട്. നിങ്ങളേതാ ടീം? അർജന്റീന. ബെറ്റ് വെച്ച്? ഇല്ല.